മൈ വെട്രോഹോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളൊരു മൊബൈൽ വാങ്ങുമ്പോൾ, ഒരു ടി വി വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഒക്കെ യൂട്യൂബിൽ വ്യത്യസ്ത ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും നല്ല ഫീച്ചേഴ്സ് നൽകുന്ന പ്രൊഡക്റ്റുകൾ തന്നെ നമ്മൾ നോക്കി വാങ്ങാറുണ്ട്. എന്നാൽ വീട് നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെ ബ്രാൻഡിലാണ് വരുന്നത്, ഏതാണ് നല്ല ബ്രാൻഡ്, ഏതാണ് ഓവർ റേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്, ഏതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നൽകുന്ന ബ്രാൻഡുകൾ, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഈ യൂട്യൂബിൽ നമുക്ക് കണ്ടു കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മൈ ബെറ്റർ ഹോമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ വീട് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ബ്രാൻഡുകളും, അതിൽ ഏതൊക്കെ നല്ല ബ്രാൻഡുകളാണ്, ഏതൊക്കെയാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് കൂടുതൽ വില വരുന്നത് തുടങ്ങിയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എന്തിനാണ് ബ്രാൻഡൊക്കെ നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും എത്രയോ ഓവർ റേറ്റഡ് ആയിട്ടുള്ള വിലയിട്ട് ചില ബ്രാൻഡുകൾ സാധനങ്ങൾ വിൽക്കുന്ന അനുഭവങ്ങൾ അവർക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നല്ല ക്വാളിറ്റി ഇല്ല, ഒരുപാട് കാലം ഈട് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ബ്രാൻഡുകളും മാർക്കറ്റിൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു തവണ മാത്രമായിരിക്കും ഒരു വീട് നിർമ്മിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ നിർഭാഗ്യവശാൽ ആവശ്യത്തിലധികം സാമ്പത്തിക ബാധ്യതയും നമുക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും വീട് പണി അവസാനിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരിക്കും നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തിടുക്കത്തിൽ സാധനങ്ങൾ നോക്കി വാങ്ങാതിരിക്കുന്ന സമയത്ത് ഇത്തരം സാധനങ്ങൾ പെട്ടെന്ന് കംപ്ലൈന്റ് വരിക, അല്ലെങ്കിൽ ഈ ഒരു വസ്തുക്കൾ പിന്നീട് വലിയ അപകടത്തിലേക്ക് നയിക്കുക, അത് ചെയ്തത് അബദ്ധമായി പോയല്ലോ നമുക്ക് പിന്നീട് ഒരു തോന്നൽ ഉണ്ടാവുക, ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കാൻ ബ്രാൻഡ് നോക്കി നല്ല സാധനങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. എന്നാൽ എല്ലാ ബ്രാൻഡിന്റെയും എല്ലാ പ്രൊഡക്റ്റുകളും നല്ലതാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ന ബ്രാൻഡിൻ്റെത് വാങ്ങുന്നതാവും നല്ലത് എന്ന രീതിയിലാണ്. നമുക്ക് വീടിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് പരിശോധിക്കാം. ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ സിമന്റും കമ്പിയുമാണ് നമുക്ക് ബ്രാൻഡ് നോക്കി വാങ്ങാൻ സാധിക്കുക. മാർക്കറ്റിൽ നമുക്ക് 3 തരത്തിലുള്ള സിമന്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സിമന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടന്റുകളുടെ അടിസ്ഥാനത്തിൽ OPC, PPC, PSC തുടങ്ങിയിട്ടുള്ള 3 തരം സിമന്റുകൾ തന്നെ എല്ലാ കമ്പനികളും പുറത്തിറക്കുന്നുണ്ട്. അതിൽ നമുക്ക് കോളം ഫൂട്ടിങ് പോലെയുള്ള, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറുകൾ പോലെയുള്ള, ബേസ്മെന്റ് ഫോളുകൾ പോലെയുള്ള മണ്ണിനോട് ചേർന്ന് നടക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് PSC ഗ്രേഡിലുള്ള സിമന്റ് ആണ് കൂടുതൽ നന്നാവുക. മണ്ണിൽ അലിഞ്ഞു കിടക്കുന്ന സൾഫേറ്റ് അയോണുകളോടും ക്ലോറൈഡ് അയോണുകളോടും ഒക്കെ പ്രതിരോധ ശേഷിയുള്ള തരത്തിലുള്ള സിമന്റുകളാണ് PSC സിമന്റുകൾ. എന്നാൽ പടവിനും പ്ലാസ്റ്ററിങ്ങിനും നമ്മുടെ റൂഫ് സ്ലാബ് വാർക്കുന്നതിനൊക്കെ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് PPC സിമന്റുകളാണ്. OPC സിമന്റുകൾ നിലവിൽ നമുക്ക് ലഭിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. സിമന്റുകൾ ഏതാണ് നല്ല ബ്രാൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും സെയിലും നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നമ്പർ 1 ബ്രാൻഡ് എന്ന് പറയുന്നത് അൾട്രാടെക് തന്നെയാണ്. അതിനുശേഷം അംബുജ സിമന്റ്, അതിനുശേഷം ACC സിമന്റ്, പിന്നീട് ഡാൽമിയ സിമന്റ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ വരുന്ന മലബാർ സിമന്റ് മാർക്കറ്റിൽ നല്ല അഭിപ്രായം കേൾപ്പിച്ചിട്ടുള്ള സിമന്റ് തന്നെയാണ്. TMT ബാറുകൾ അഥവാ കമ്പികളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കെട്ടിടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കമ്പികൾ. കെട്ടിടത്തിനെ ഒരു യൂണിറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുന്നതും കെട്ടിടത്തിന്റെ ഭാരം വഹിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതും ഒക്കെ ഈ കമ്പികളുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ TMT ബാറുകൾ വാങ്ങുന്ന സമയത്ത് ബ്രാൻഡ് വാല്യൂ നോക്കി വാങ്ങുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കുന്നതാണ്. സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് TMT ബാറുകൾ നിർമ്മിക്കുന്നത്. 2 തരത്തിൽ കമ്പനികൾ TMT ബാറുകൾ നിർമ്മിക്കാറുണ്ട്. ഒന്ന് ഇരുമ്പയിര് നേരിട്ട് പ്രോസസ് ചെയ്തിട്ട് അതിനെ TMT ബാറുകളാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രൈമറി സ്റ്റീൽ ഉപയോഗിച്ച് TMT ബാർ നിർമ്മിക്കുന്ന കമ്പനികൾ.
രണ്ടാമത്തത് നമ്മുടെ സ്ക്രാപ്പായിട്ട് ലഭിക്കുന്ന TMT ബാറുകൾ വീണ്ടും ഫർണസിലിട്ട് ഒരുക്കി റീസൈക്കിൾ ചെയ്ത് TMT ബാറുകൾ നിർമ്മിക്കുന്ന സെക്കൻഡറി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് TMT ബാറുകൾ നിർമ്മിക്കുന്ന കമ്പനികളും. ഇതിലെ സെക്കൻഡറി ബാറുകളിൽ കാർബൺ കണ്ടന്റ് കൂടുതലായിരിക്കും. സ്റ്റീലിലെ മായം എന്ന് പറയുന്നതാണ് ഈ കാർബൺ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രൈമറി സ്റ്റീലുകളുടെ കാര്യം പറഞ്ഞാൽ കാർബൺ കണ്ടന്റിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പ്രൈമറി സ്റ്റീൽ ബാറുകൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും, അതിന്റെ വിലയും കൂടുതലാണ്, നമുക്ക് ബെൻഡ് ചെയ്യാനൊക്കെ അല്പം പ്രയാസമുണ്ടായിരിക്കും. എങ്കിലും ഗുണമേന്മയുടെ കാര്യത്തിൽ പ്രൈമറി സ്റ്റൈലാണ് എന്തുകൊണ്ടും നമുക്ക് മുന്നിൽ നിർത്താൻ സാധിക്കും. ഇന്ത്യയിൽ ടാറ്റ ടിസ്കോൺ, JSW, വിസാഗ്, സെയിൽ, SR, ജിൻഡാൽ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ പ്രൈമറി സ്റ്റീൽ ഉപയോഗിച്ച് TMT ബാറുകൾ നിർമ്മിക്കുന്ന കമ്പനികളാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന TMT ബാറുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ ചില കമ്പനികളെങ്കിലും ചില ഡയമീറ്ററുകൾ പ്രൈമറി സ്റ്റീൽ ബാറുകൾ ഉപയോഗിച്ചിട്ടും ചില വണ്ണം കുറഞ്ഞ ഡയമീറ്ററുകൾ സെക്കൻഡറി സ്റ്റീൽ ബാർ ഉപയോഗിച്ചിട്ടും ഒക്കെ കമ്പികൾ നിർമ്മിച്ച് പുറത്തിറക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒന്നും ആധികാരികമായിട്ടുള്ള ഡാറ്റ നമുക്ക് ലഭ്യമല്ലാത്തതിനാൽ ഇന്ന ബ്രാൻഡ് എന്നുള്ള രീതിയിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും കേരളത്തിൽ നമുക്ക് ലഭ്യമായതിൽ വെച്ച് നല്ല അഭിപ്രായം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ള TMT ബാറുകളാണ് കളിയത് TMT, കൈരളി TMT, PK സ്റ്റീൽസ്, അതേപോലെ അഗ്നി TMT, മെറ്റ്കോൺ തുടങ്ങിയ ബ്രാൻഡുകൾ. നേരത്തെ പറഞ്ഞ ടാറ്റ ഡിസ്കോണിനേക്കാളൊക്കെ വിലയും ഇത്തരത്തിലുള്ള കമ്പികൾക്ക് അല്പം കുറവായിരിക്കും. FE450, FE500, FE550 തുടങ്ങിയ രീതിയിലാണ് ഇത്തരത്തിലുള്ള കമ്പികളുടെ ഭാരം താങ്ങാനുള്ള ശേഷിയെ നമ്മൾ അടയാളപ്പെടുത്താറുള്ളത്. ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് FE500 ഗ്രേഡിൽ വരുന്ന TMT ബാറുകളാണ്. നമ്മുടെ വീടിന്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ആരംഭിക്കുന്ന സ്റ്റേജ് മുതലാണ് ബ്രാൻഡ് നെയിമുകൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ഹൗസ് വയറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കേബിൾ ഏതാണ് അത് വയറുകൾ കൺസീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന PVC കോണ്ടുയിറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് നല്ല സ്വിച്ചുകൾ, ഏതാണ് നല്ല പ്ലഗുകൾ, DB, MCB, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ബ്രാൻഡുകൾ നോക്കുന്നത് നന്നായിരിക്കും. മികച്ച ക്വാളിറ്റി ഉള്ള കേബിളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ് ഫിനോലെക്സ്, പോളിക്യാബ്, RR, ഹവേൽസ്, അപ്പാർ, ട്രാക്കോ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ. ഇതിൽ ട്രാക്കോ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കേബിളിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റു ഇലക്ട്രിക്കൽ ഐറ്റംസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫേക്ക് പ്രൊഡക്റ്റുകൾ ഒരുപാട് നമ്മുടെ മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. ബ്രാൻഡ് നെയിമുകൾ വ്യാജമായിട്ട് ബോക്സിന് പുറത്ത് പ്രിന്റ് ചെയ്തിട്ട് കോയമ്പത്തൂർ മാർക്കറ്റിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം അപകടങ്ങളിൽ നമ്മൾ പോയിട്ട് അറിയാതെ പോയി പെടുന്നത് പിന്നീട് നമ്മുടെ വീട് വലിയ അപകടത്തിലേക്ക് പെടാൻ പോലും സാധ്യതയുള്ളതാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആലോചിക്കുക. ഒരു നല്ല ഇലക്ട്രീഷ്യന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വയറുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യവും അനുഭവ സമ്പത്തും ഉണ്ടായിരിക്കും. എന്നാൽ പലപ്പോഴും പല ഇലക്ട്രീഷ്യന്മാരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ പല പ്രൊഡക്റ്റിലേക്കും കൊണ്ടുപോകുന്നത് കൊണ്ട് മിക്ക ആളുകളും ഇപ്പം സ്വന്തം നിലയ്ക്കാണ് വയറുകളും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്യാറുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും നന്നാവുക. കാരണം അത്രയേറെ ഫേക്ക് പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ട്. വയറുകൾ കൺസീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന PVC കോണ്ടുയിറ്റുകൾ ISI ഗുണനിലവാരം പാലിക്കുന്ന PVC കോണ്ടുയിറ്റുകൾ തന്നെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്നും നമ്മൾ വില കുറഞ്ഞ ഓപ്ഷനുകളിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ശക്തിമാൻ, സുപ്രീം, ഫിനോലെക്സ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ നല്ല ക്വാളിറ്റിയുള്ള PVC കോണ്ടുയിറ്റുകൾ ഇറക്കുന്ന കമ്പനികളാണ്. ഇനി സ്വിച്ചുകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്വിച്ചുകളുടെ ഭംഗി, അത് കംപ്ലൈന്റ് വരാതെ കൂടുതൽ കാലം ഈട് നിൽക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ സ്വിച്ചുകൾ സെലക്ട് ചെയ്യാറുള്ളത്. ലേഗ്രാൻഡ്, ഷ്നൈഡർ, ഹവേൽസ്, എല്ലീസ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സ്വിച്ചുകൾ ഇറക്കുന്നതാണ്. ഈ ബ്രാൻഡുകൾക്കൊക്കെ വിവിധ പ്രൈസ് റേഞ്ചിലുള്ള വിവിധ സെഗ്മെന്റിൽ വരുന്ന സ്വിച്ചുകളും അവൈലബിൾ ആണ്. പല സീരീസുകളിലായിട്ടാണ് അവരിങ്ങനെ വ്യത്യസ്ത പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്വിച്ചുകൾ ഇറക്കുന്നത്. എല്ലാ സ്വിച്ചുകളൊന്നും നല്ല അഭിപ്രായം നേടിയ സ്വിച്ചുകളൊന്നും അല്ല. എങ്കിലും ലേഗ്രാൻഡിന്റെ ആർട്ടിയോർ, ഷ്നൈഡറിന്റെ യുണീക്ക പ്യൂർ, ഹവേൽസിന്റെ ഫാബിയോ, എല്ലീസിന്റെ സോഫ്റ്റ്, സ്ക്വയർ തുടങ്ങിയിട്ടുള്ള സ്വിച്ചുകൾ നല്ല അഭിപ്രായം കളക്ട് ചെയ്തിട്ടുള്ള സ്വിച്ചുകൾ തന്നെയാണ്. താരതമ്യേന ഇത്തരം സ്വിച്ചുകൾക്ക് വിലയും അല്പം കൂടുതലാണ്. നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള സ്വിച്ചുകളാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ, നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ GM, ഗോൾഡ് മെഡൽ, MK, ആങ്കർ, പനാസോണിക് തുടങ്ങിയിട്ടുള്ള സ്വിച്ചുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ വിലക്കുറവിൽ കൂടുതൽ കാലം ഈട് നിൽക്കുന്ന നല്ല സ്വിച്ചുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതേ ബ്രാൻഡുകളുടെ തന്നെ DB, MCB പ്ലഗുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. സ്വിച്ചുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും 10 വർഷം വാറണ്ടി തരാം, 15 വർഷം വാറണ്ടി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
എന്നാൽ ഈ 10 വർഷം വാറണ്ടിയൊക്കെ എല്ലാ സ്വിച്ച് കമ്പനികളും നൽകുന്ന ഒരു വാറണ്ടി പീരീഡ് ആണ് എന്ന് മനസ്സിലാക്കുക. വാറണ്ടിയേക്കാൾ കൂടുതൽ സ്വിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വിച്ചുകൾ ഉപയോഗിച്ചിരിക്കുന്ന ആളുകളുടെ മുൻ അനുഭവം കൂടെ മുൻനിർത്തി നമ്മൾ സ്വിച്ചുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മുൻ അനുഭവങ്ങൾ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടെ അത് ഉപകാരപ്പെടുന്നതായിരിക്കും. സാനിറ്ററി ഐറ്റംസ് ആയിട്ടുള്ള ക്ലോസറ്റ്, ബാത്ത് ടബ്, വാഷ് ബേസിൻ തുടങ്ങിയിട്ടുള്ള സെറാമിക് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് നോക്കേണ്ടതുണ്ടോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരിക്കാം. വ്യത്യസ്തമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഡിസൈനുകൾ നൽകിയിട്ട് ചെറിയ വിലയിൽ നമുക്ക് ഒരുപാട് ചൈനീസ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ വില കൊടുത്തിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സാനിറ്ററി ഐറ്റംസ് വാങ്ങേണ്ടതുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഒരു സെറാമിക് പ്രൊഡക്റ്റുകളുടെയൊക്കെ സെറാമിക് കോട്ടിങ് അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഡാറ്റയോ കണക്കുകളോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് ലഭ്യമല്ല എന്നതുകൊണ്ട് തന്നെ മിനിമം ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് നോക്കി വാങ്ങുന്നതായിരിക്കും നന്നായിരിക്കുക. സാനിറ്ററി ഐറ്റംസ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ വാറണ്ടി നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഒരു ബ്രാൻഡ് പറയുകയാണെങ്കിൽ ഗബ്രിറ്റ്, ഗ്രോഹെ, കോഹ്ലർ, ജാഗോർ തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ് പ്രീമിയം റേഞ്ചിൽ വരുന്ന സാനിറ്ററി ഐറ്റംസ് പുറത്തിറക്കുന്നത്. എന്നാൽ പാരിവെയർ, ഹിൻഡ്വെയർ, സെറ, കെറോവൈറ്റ് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിരവധി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ ശ്രമിക്കുന്ന ബ്രാൻഡുകളാണ്. ബാത്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ്, ഷവർ, ഡൈവേർട്ടർ, വാൾ മിക്സർ തുടങ്ങിയിട്ടുള്ള CP ഫിറ്റിംഗ്സ് വാങ്ങുന്ന സമയത്ത് ഏതൊക്കെയാണ് നല്ല പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകൾ എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. കോഹ്ലർ, ഗ്രോഹെ, ജാഗോർ, ജോൺസൺ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയാണ് ഇവിടെയും ഏറ്റവും മുൻനിരയിൽ നിന്ന് CP ഫിറ്റിംഗ്സുകൾ സെയിൽ ചെയ്യുന്ന കമ്പനികൾ. ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾക്ക് അല്പം വിലയും കൂടുതലാണ്. എന്നാൽ നമ്മൾ കൺസീൽഡ് ആയിട്ട് ഉപയോഗിക്കുന്ന, അതായത് വാൾ മൗണ്ടഡ് കോസറ്റിലോ അല്ലെങ്കിൽ ഡൈവേർട്ടിലോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരം നല്ല ബ്രാൻഡുകൾ തന്നെ നോക്കി വാങ്ങുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈലുകൾ പൊട്ടിച്ചിട്ട് വേണ്ടി വരും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പുറത്തോട്ട് എടുത്തിട്ട് അത് ശരിയാക്കിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഒത്തിരി കോസ്റ്റ് പിന്നീട് ആവുന്ന കേസാണെന്ന് മനസ്സിലാക്കിയിട്ട് കൺസീൽഡ് പ്രൊഡക്റ്റുകൾ നമ്മുടെ നല്ല ബ്രാൻഡ് വാല്യൂ നോക്കി മാത്രം പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിനി വീടിന്റെ പെയിന്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് പെയിന്റിങ്ങിൽ നമുക്ക് സുപരിചിതമായിട്ടുണ്ട്. മാർക്കറ്റിംഗ് ആണ് ഈ പെയിന്റ് കമ്പനികളുടെ നട്ടെല്ല് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ അവർ പരസ്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു നെറ്റ്വർക്ക് പെയിന്റർമാർക്കിടയിൽ ഈ പെയിന്റിംഗ് കമ്പനികൾക്ക് നിലനിൽക്കുന്നു എന്നതിനാൽ പെയിന്റ് ഏതാണ് നല്ലത് എന്നതിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിരവധി അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എങ്കിലും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഏഷ്യൻ പെയിന്റ് ആണ്. അതിന് തൊട്ട് പിന്നാലെ ബർജർ പെയിന്റും അതിനുശേഷം നെറോലാക്കുമാണ് വരുന്നത്. ഈ 3 ബ്രാൻഡുകളാണ് കൂടുതൽ പെയിന്റ് പ്രൊഡക്റ്റുകൾ റിസർച്ച് ചെയ്യുന്നതും നല്ല പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കുന്നതും. ഇവർ തമ്മിലാണ് ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. എങ്കിലും MRF, ഡുലെക്സ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ മാർക്കറ്റിലേക്ക് നല്ല പ്രൊഡക്റ്റുകൾ തന്നെ തന്നിട്ട് നല്ല സൽപ്പേര് നേടിയെടുത്തിട്ടുള്ള ചുരുക്കം ചില ബ്രാൻഡുകളാണ്. പെയിന്റ് ബ്രാൻഡുകളെ കുറിച്ച് നിങ്ങൾക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും അറിവുകളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റുള്ള ആളുകൾക്ക് കൂടെ അത് ഉപകാരപ്പെടുമെന്നുള്ളതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പോളിഷിംഗിലേക്ക് വരുന്ന സമയത്ത് PU2K, PU1K, മെലാമിൻ പോളിഷിംഗ്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകൾ പോളിഷിംഗിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ PU2K ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന പോളിഷിംഗ് മെത്തേഡ്. MRF, വുഡ് കോട്ട്, ഇൻഡിഗോയുടെ സ്ലീക്ക്, ഏഷ്യൻ പെയിന്റിന്റെ വുഡ് ടെക് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ പോളിഷിംഗിന്റെ കാര്യത്തിൽ നല്ല അഭിപ്രായമുള്ള ബ്രാൻഡ് നെയിമുകളാണ്. ഫ്ലോറിംഗിലേക്ക് വരുന്ന സമയത്ത് ടൈൽ കമ്പനികളുടെ ബ്രാൻഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കാറുള്ളത്. ടൈലുകൾ വ്യത്യസ്ത തരത്തിൽ സെറാമിക്, വിട്രിഫൈഡ് തുടങ്ങിയിട്ടുള്ള തരത്തിലൊക്കെ നമുക്ക് ലഭ്യമാണ്. വിട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യം. അതിൽ തന്നെ ഡബിൾ ചാർജഡ് എന്ന രീതിയിൽ വരുന്ന വിട്രിഫൈഡ് ടൈലുകളാണ് കളറുകൾ ഫെയ്ഡ് ആവാതെ ദീർഘകാലം ഈട് നിൽക്കാൻ ശേഷിയുള്ളത്. ടൈലുകളുടെ ബ്രാൻഡുകൾ പരിശോധിക്കുന്ന സമയത്ത് ജോൺസൺ, കജാരിയ, സൊമാനി, നിറ്റ്കോ, സെറ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ നല്ല ഇനം ടൈലുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ബ്രാൻഡുകളാണ്. വീടിനകത്ത് ഇന്റീരിയർ വർക്കുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ
ബ്രാൻഡുകളാണ് പ്ലൈവുഡ്, മൾട്ടിവുഡ്, ACP ഷീറ്റുകൾ, മൈക്ക, വെനീർ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് കട്ടിൽ നിർമ്മിക്കാനാണെങ്കിലും വാൾഡ്രോബ് നിർമ്മിക്കാനാണെങ്കിലും കിച്ചൺ കബോർഡുകൾ അടിക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ പ്ലൈവുഡുകൾ ഉപയോഗിക്കാറുണ്ട്. 3 തരത്തിലുള്ള പ്ലൈവുഡുകൾ നമുക്ക് ലഭ്യമാണ്. വില വളരെ കുറഞ്ഞിട്ടുള്ള കൊമേഴ്ഷ്യൽ ഗ്രേഡിലുള്ള പ്ലൈവുഡുകൾ, വെള്ളം തട്ടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വീടിന്റെ ഇന്റീരിയറിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള 303 ഗ്രേഡിൽ വരുന്ന പ്ലൈവുഡുകൾ, അതേപോലെ വെള്ളം അല്പം തട്ടിയാലും വലിയ കുഴപ്പങ്ങളില്ലാതെ നിലനിൽക്കുന്ന 710 അഥവാ മറൈൻ ഗ്രേഡിൽ വരുന്ന പ്ലൈവുഡുകൾ. പ്ലൈവുഡിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല ബ്രാൻഡുകളായിട്ട് പറയാൻ സാധിക്കുന്നത് ഗ്രീൻ പ്ലൈ, സെഞ്ചുറി, ട്രോജൻ, കിഡ് പ്ലൈ, പ്രസ്റ്റീജ് തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ്. ഈ കമ്പനികളുടെയൊക്കെ മറൈൻ ഗ്രേഡിൽ വരുന്ന പ്ലൈവുഡുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇന്റീരിയർ ദീർഘകാലം ഈട് നിൽക്കാൻ നമ്മളെ സഹായിക്കുക. പ്ലൈവുഡിന്റെ മുകളിൽ മരത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് കളറുകളെയോ ഒക്കെ കോട്ടിംഗ് ആയിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്ക അല്ലെങ്കിൽ വെനീറുകൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മികച്ച ബ്രാൻഡുകൾ ഗ്രീൻലാം, സെഞ്ചുറി, ഡുരിയൻ, മെറിനോ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാണ്. വെള്ളം നനഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ബാധിക്കാത്ത പ്രൊഡക്റ്റ് ആണ് മൾട്ടിവുഡ്. PVC ഫോം ബോർഡ് എന്നാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ പൊതുവെ വിളിക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മികച്ച ബ്രാൻഡുകളാണ് തോംസൺ, ബെസ്റ്റ് വുഡ്, ഡെക്കോ വുഡ്, ആൾസ്റ്റൺ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ. ACP ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കിച്ചൺ കബോർഡുകൾ അടിക്കാനും വാൾഡ്രോബുകളൊക്കെ നിർമ്മിക്കാനൊക്കെയാണ് ACP ഷീറ്റുകൾ യൂസ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ക്രോസ് ബോണ്ട്, യൂറോ ബോണ്ട്, ആൾസ്റ്റൺ, വിവ, മാപ്പിൾ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ മികച്ച ഗുണനിലവാരം പുലർത്തുന്ന ബ്രാൻഡുകളാണ്. കിച്ചണിലായാലും വാൾഡ്രോബിലായാലും ഹിഞ്ചുകൾ, അതിന്റെ ഹാൻഡിലുകൾ, ആക്സസറീസ് മുതലായ കാര്യങ്ങളിൽ നമുക്ക് നല്ല ബ്രാൻഡുകളായിട്ട് വരുന്നത് ഹെറ്റിച്ച്, ഹഫ്ലെ, എപ്കോ, സ്ലീക്ക് മുതലായിട്ടുള്ള ബ്രാൻഡുകളാണ്. ഇനി നമ്മൾ ജിപ്സം സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് ബോർഡിന്റെ ക്വാളിറ്റി, അതിന്റെ ബ്രാൻഡ് നെയിം നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജിപ്സം ഒരു വാട്ടർ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡ് നെയിം ഉള്ള, നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ദീർഘകാലം ഈ പ്രൊഡക്റ്റുകൾ ഈട് നിൽക്കുകയും വലിയ തലവേദന നമുക്കില്ലാതെ ഒന്ന് നിലനിന്ന് പോവുകയൊക്കെ ചെയ്യുകയുള്ളൂ. ബ്രോക്ക്, USG, ബൊറാൽ, ആംസ്ട്രോങ് തുടങ്ങിയിട്ടുള്ള ബോർഡുകൾ നല്ല ക്വാളിറ്റി ഉള്ള ജിപ്സം ബോർഡുകൾ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ബ്രാൻഡുകളാണ്. ഇനിയും ഒരുപാട് ഘട്ടങ്ങൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റുകളെല്ലാം തന്നെ മുമ്പ് ഇതേ ചാനലിൽ നമ്മൾ വിശദമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഏതെങ്കിലും ഒരു ഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോ ഞാൻ പറയുന്ന സമയത്ത് തന്നെ മുകളിൽ ഐ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഞാനത് മെൻഷൻ ചെയ്തിരുന്നു. അത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും വരുന്ന വീഡിയോസിനെ കുറിച്ച് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അതിന്റെ ലിങ്കുകൾ ഞാൻ നൽകിയിട്ടുണ്ടാവും. അവിടെ വെച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ വീഡിയോ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതേപോലെ ഇനി ബാക്കിയുള്ള ഘട്ടങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ കൂടെ, അതിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല ബ്രാൻഡുകളെ കുറിച്ച് കൂടെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നടത്തുന്ന എഫേർട്ടുകൾക്ക് നിങ്ങളുടെ ഷെയറും പ്രോത്സാഹനവും ലൈക്കുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡുകളിൽ നിങ്ങൾക്ക് നല്ലതോ ചീത്തതോ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റുകളിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടെ അത് വളരെ ഉപകാരപ്പെടും എന്ന് കൂടെ ഓർമ്മിച്ചുകൊണ്ട് കമൻറ്റുകൾ നിങ്ങൾ തീർച്ചയായും